أمري واحلل عقدة من لساني يفقهوا قولي. Assalamu alaikum warahmatullahi wabarakatuh. My dear brothers, sisters, uncles, aunts എന്നൊക്കെ കൂടെ പറയേണ്ടി വരും അല്ലേ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാനും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനും ഒക്കെ തന്നെ. ഞാൻ പറയായിരുന്നു അപ്പോൾ സാർ ഇതിനു വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുതി കുറച്ച് നാളായിട്ട് ഞാൻ ഫ്രൈഡേ ക്ലബിലെ സെഷൻസ് ഒക്കെ മിസ് ചെയ്ത് വരികയായിരുന്നു. സോ ഞാൻ എന്താണ് വരാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എപ്പോഴാണ് പറയുന്നത് അടുത്ത സെഷൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. ദാറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ. സോ അങ്ങനെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിതുകൂടെ ചോദിക്കുകയായിരുന്നു, ഇത് ഞാൻ ആദ്യത്തെ ലേഡി സ്പീക്കറാണോ ഫ്രൈഡേ ക്ലബിൽ? അപ്പം പറഞ്ഞു അല്ല, അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വെരി ഹാപ്പി ടു നോ ദാറ്റ്. ബിക്കോസ് ഇതോടെ പിന്നെ ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യരുതല്ലോ. സ്ത്രീകൾക്കുള്ള ഒരു എൻട്രി എൻ്റെ സെഷനോട് കൂടെ ക്ലോസ് ചെയ്തെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യത്തേതല്ല എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഓൾറൈറ്റ്, സോ ഒരു ഡിസ്ക്ലെയിമറോട് കൂടി സെഷൻ തുടങ്ങാം. ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു സ്കോളറല്ല. എന്നെക്കാളൊക്കെ ഒരുപാട് ജീവിത പരിചയമുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി പുതുതായിട്ട് വല്ലതും നിങ്ങൾക്ക് കേൾക്കാനോ എടുക്കാനോ എൻ്റെ അടുത്ത് നിന്ന് വല്ലതും ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ ജീവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്യാം. അത് നമ്മുടെ ദീനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. സോ തുടങ്ങാം. സോ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ സൈക്കോളജി ഓഫ് ഹാപ്പിനെസ്. സോ വാട്ട് ഈസ് ഹാപ്പിനെസ്? എന്താണ് ഹാപ്പിനെസ്? നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ഒന്ന് ഉത്തരങ്ങൾ കിട്ടണം. നിങ്ങളെല്ലാം ചായയും സമൂസെല്ലാം അടിച്ചിട്ട് ഇവിടെ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നെങ്കിൽ അത് മറുപടി ആവുന്ന കേസല്ല. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് ഉത്തരങ്ങൾ വരണം ഇൻഷാ അല്ലാഹ്. സോ വാട്ട് ഈസ് ഹാപ്പിനെസ്? നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, എക്സാക്ട്ലി, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആൻഡ് ദെൻ it's also an emotion, right? Happiness is an emotion on. Oh, okay. ഞാൻ ഇത് കുറച്ച് ബാക്കോട്ട് വെച്ചോട്ടെ. കുറച്ച് ഓൾറൈറ്റ്. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് പറയുമ്പോൾ ഒരു ഇമോഷനാണ്. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വികാരം. നമുക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും, നമ്മുടെ ഇഷ്ടമുള്ള ആരുടെയും കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മൊമെന്ററി ഫീലിംഗ്, ഒരു ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇറ്റ്സ് ലൈക്ക് എ വേവ്. അത് ആ ടൈമിൽ നമ്മളൊരു ഹൈ ആയിരിക്കും, അത് കഴിഞ്ഞാൽ വിൽ ബി ബാക്ക് ടു എ നോർമൽ സ്റ്റേറ്റ്, റൈറ്റ്? So അതൊരു ടെമ്പററി സ്റ്റേറ്റ് ആണ്. So happiness is an emotion as well as happiness is a state of mind. So പറഞ്ഞ പോലെ തന്നെ it's a state of mind which is നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഒരു പോസിറ്റിവിറ്റിയിലൂടെ കാണുന്നത്. അതായത് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ അത് തരണം ചെയ്യാനുള്ള നമ്മുടെ ഒരു കരുത്ത്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. സോ അതിനും നമുക്ക് ഒരു ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അത് ഈ പറഞ്ഞ പോലെ മൊമെന്ററി അല്ല, അതൊരു ജീവിതകാലം എന്താ പറയാ, എപ്പോഴും ഒരേ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതാണ് നമ്മൾ കൂടുതലും ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ തന്നെ ഇറ്റ് ബി സബ്ജക്റ്റീവ്. അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, അല്ലെ? ഇപ്പൊ എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് നൽകുന്നത്. ഇപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഹോബീസ് ആയിരിക്കില്ല മറ്റൊരാളുടേത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി സബ്ജക്റ്റീവ്. ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓരോരുത്തർക്കും അവരുടേതായ ഒരു സന്തോഷത്തിന്റെ എന്താ പറയുക, ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒരു കൾച്ചർ ഡിപ്പെൻഡ് ചെയ്യാം, ഒരാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഡിപ്പെൻഡ് ചെയ്യാം, അവരുടെ വാല്യൂസ് വാട്ട് ദേ ഫോളോ, അതിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരാളുടെ സന്തോഷങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പം അങ്ങനെ പല തരത്തിലുള്ള കൾച്ചറും പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും ഇതൊക്കെ
എന്താ പറയുക, ചിലർക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക മേ ബി അങ്ങനത്തെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻസ്, ഇതൊക്കെയായിരിക്കും നമ്മൾ സന്തോഷത്തിലൂടെ സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ അതേഴ്സ് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതൊരു ബാലൻസ്ഡ് ലൈഫിലേക്ക് നോക്കുന്ന രീതിയിലായിരിക്കും അവരുടെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നത്. ആൻഡ് ദാറ്റ് വുഡ് ബി ലൈക്ക് എന്താ പറയുക, ഒരു ഹാർമോണിയസ് ലൈഫ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സോഷ്യൽ വർക്കിലൂടെ, മറ്റുള്ളവരോടുള്ള ഒരു പ്രതിബദ്ധത നിറവേറ്റുന്നതിലൂടെ എന്നതിലും നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. ഈ ബുദ്ധിസത്തിലൊക്കെ പറയാറുണ്ട്, എന്താ പറയുക, നമ്മൾ ഈ ഒരു വേൾഡ്ലി ഡിസയറിൽ, വേൾഡ്ലി അറ്റാച്ച്മെന്റിൽ നിന്നുള്ള മാറി നിന്നിട്ട് നമ്മളുടെ ഒരു എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സന്തോഷം എന്ന് ബുദ്ധിസത്തിലൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ മതത്തിലായാലും, ഓരോ കൾച്ചറിലായാലും, ഓരോ പേഴ്സണാലിറ്റി ട്രേറ്റ്സിലായാലും, വാല്യൂസിലായാലും എല്ലാം സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. സോ അതാ ഞാൻ പറഞ്ഞത്, അതൊരു സബ്ജക്റ്റീവ് സംഭവമാണ്. So now there is something called pleasure and happiness. എന്താണ് വ്യത്യാസം pleasure versus happiness എന്ന് പറയുമ്പോൾ? അത് രണ്ടും രണ്ട് രീതിയിലാണ്. എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്? പ്ലഷർ എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? Illusion. Yeah, it's not exactly illusion as such, but it's, as I said, it's momentary. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. ഇറ്റ്സ് നോട്ട് നെസസറി ഇല്യൂഷൻ. ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വി ഡിറൈവ് പ്ലഷർ. ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു മൂഡ് ഓഫ് ആകുമ്പോൾ ഒരു ഡ്രൈവിന് പോവുക, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കുക. സോ നമ്മുടെ മൂഡ് ലോ ആകുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് പെപ്പപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് ഒന്നൊരു നല്ലൊരു ഹൈ മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്ലഷർ. ആൻഡ് ആസ് ഐ സെഡ്, അത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ബാക്ക് ടു നോർമൽ. റൈറ്റ്? വെറസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ്. എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾക്ക് ഒരു മൊമെന്ററി അല്ല, ഇറ്റ്സ് നോട്ട് ഫ്ലീറ്റിംഗ്. ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ എസ് ഹെഡോണിക് ആൻഡ് യൂഡമോണിക് ഹാപ്പിനെസ്. ഹെഡോണിക് മീൻസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്ലഷർ ആൻഡ് എൻജോയ്മെന്റ്. യൂഡമോണിക് എന്ന് പറയുന്നതാണ് മീനിങ്ഫുൾ ആൻഡ് പേർപ്പസ്ഫുൾ ലൈഫ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. ഈ യൂഡമോണിസം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ആണ് ആ ഒരു വേർഡ് കണ്ടുപിടിച്ചത്. വിച്ച് മീൻസ് എന്താ പറയുക, യു എന്ന് പറയുന്നത് ഹാപ്പി ആൻഡ് ഹാർമോണിയസ് ഇതിൽ വരുന്നതും, ആൻഡ് ഡെമോൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്പിരിറ്റ്. സോ ഹാപ്പി സ്പിരിറ്റ് എന്ന രീതിയിൽ വരുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് യൂഡമോണിക്. സോ യൂഡമോണിസം ഇസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഈ ഒരു മോർ എൻഡ്യൂറിങ് സ്റ്റേറ്റ്. നമുക്ക് പലപ്പോഴും എന്താ പറയുക, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എന്നെന്നും നമുക്ക് സന്തോഷത്തിൽ കഴിയാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നതാണ് യൂഡമോണിക് എന്നത്. കാരണം ഹെഡനിസം ഇസ് വാട്ട് ഐ സെഡ്, ഇറ്റ്സ് എ പ്ലഷർ. അതിലാണ് ഇപ്പോൾ മിക്കവരും ഫോക്കസ് ചെയ്തിട്ട് വരുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. റൈറ്റ്? അത് നല്ല രീതിയിലാണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്. ബട്ട് മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഒരു ഈവിൽ സ്റ്റേറ്റിലാണ്. റൈറ്റ്? പെട്ടെന്ന് നമുക്ക് തോന്നിയത് ഇമ്പൾസ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ, അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് നമ്മളുടെ എന്താ പറയുക, ലൈക്ക് ഫോർ സെക്ഷൽ പ്ലഷർ, അല്ലെങ്കിൽ ഗെറ്റിംഗ് ആഡിക്റ്റഡ് ടു ഡ്രഗ്സ്, അല്ലെങ്കിൽ ആൽക്കഹോൾ. സോ അത്തരം രീതിയിൽ ഉള്ളതും ഒരു പ്ലഷർ ആയിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. സോ വെൻ ഇറ്റ് ബിക്കംസ് ഈവിൽ, ഇറ്റ് ഇസ് ഡെട്രിമെന്റൽ ഫോർ എ ഹെൽത്ത് ആൻഡ് ഫോർ എ ലൈഫ്. അത് കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് കോൺസിക്വൻസസ് എന്താണെന്ന് ആലോചിക്കാതെയാണ് ആൾക്കാർ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ബട്ട് വെറസ് യൂഡമോണിസം ഹാസ് എ ഡീപ്പർ മീനിങ്. ബട്ട് ആസ് ഐ സെഡ്, നമുക്ക് എപ്പോഴും ഹെഡോണിക് ആയിട്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ എപ്പോഴും യൂഡമോണിക് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ലൈഫ് ഷുഡ് ബി എ മിക്സ് ഓഫ് ബോത്ത് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്. ഓഫ് കോഴ്സ് നമുക്ക് പ്ലഷർ ഇല്ലാതെ എന്ന് പറയാം, പ്ലഷർ ഒരിക്കലും നമ്മൾ ലൈഫിൽ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ബിക്കോസ് അതും ആവശ്യമാണ്. നമുക്ക് പെട്ടെന്നൊക്കെ നമ്മുടെ മൂഡ് പെപ്പപ്പ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് ഹൈ ആക്കാൻ നമുക്ക് പ്ലഷർ ഇസ് എസെൻഷ്യൽ ഫോർ എ ലൈഫ്. ബട്ട് ആസ് ഐ സെഡ്, ആ ഒരു ഈവിൽ സ്റ്റേറ്റിലല്ല, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹലാൽ ബൗണ്ടറിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോട്ട് ബി ഡീപ്ലി ഇൻവോൾവ് ഇൻ ദാറ്റ്. നമ്മൾ അതിൽ തന്നെ മുഴുകി ഇരുന്ന് നമ്മൾ ജീവിതം കളയുക എന്നുള്ളതല്ല. ബട്ട് ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഷുഡ് ഗെറ്റ് ബാക്ക് ടു അവർ പേർപ്പസ്ഫുൾ ലൈഫ്, മീനിങ്ഫുൾ ലൈഫ്. So that is the difference between happiness and pleasure, and a life എന്ന് പറയുന്നത് it's a mix of both. So now let's come to Islamic definition of happiness. നമ്മുടെ ദീനിൽ എന്താണ് ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയുന്നത്? നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ദീനിൽ പറയുന്നത് നമ്മുടെ ഇന്നർ പീസും
ആൻഡ് കണ്ടെന്റ്മെന്റ് ത്രൂ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. ഇതാണ് ദീനിലെ ഹാപ്പിനെസ്സിനുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ബൈ പ്ലീസിങ് അള്ളാഹ്. അതായത് നമ്മൾക്ക് ഒരു സമാധാനവും സന്തോഷവും നമ്മളുടെ ദീനിലൂടെ അള്ളാഹുവിനെ നമ്മൾ പ്ലീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയെ തന്നെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമായിരിക്കണം ഒരു മുസ്ലിമിന് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലെസ് അബൌട്ട് ദ ഫ്ലീറ്റിംഗ് പ്ലഷർ, ബട്ട് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഇൻവോൾവ്, ബട്ട് മോർ അബൌട്ട് പേർപ്പസ്ഫുൾ ലൈഫ്. നമ്മുടെ ഈ ലോകത്തുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതം, നമുക്കിത് കഴിഞ്ഞിട്ടും പോകാനുള്ള നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന രീതിയിൽ ജീവിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു എന്താ പറയുക ഇസ്ലാമിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് അല്ല, ബട്ട് ഒരു ഫുൾഫില്ലിംഗ് ലൈഫാണ് നമുക്കതിന് വേണ്ടത്. ആൻഡ് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു എക്സ്റ്റേണൽ വെൽത്തോ ഒരു മെറ്റീരിയൽസോ ഒന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്, ബട്ട് ആ ഒരു ഇന്നർ പീസ്, ആ ഒരു അള്ളാഹുവിലായിട്ടുള്ള കണക്ഷൻ, അതിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ പറ്റേണ്ടത് എന്ന രീതിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. സോ അതാണ് ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു കാര്യവും. എൻ്റെ ബ്രദർ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ചെറുതായപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, you should not outsource your joy nor your sorrow to anyone else. You should be solely responsible for both എന്നുള്ളത്. അതായത് എൻ്റെ ദുഃഖമായാലും എൻ്റെ സന്തോഷമായാലും രണ്ടും ഫുള്ളി എൻ്റെ കൺട്രോളിലായിരിക്കണം. ഓഫ് കോഴ്സ് ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആവും ഡെഫിനറ്റ്ലി, ബട്ട് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു us, റൈറ്റ്? വി ഹാവ് ടു ഡിസൈഡ് ഓൺ ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ഞാൻ അതിന് ദേഷ്യപ്പെടണോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സങ്കടപ്പെടുത്തോ, ഞാൻ സങ്കടപ്പെടണോ വേണ്ടേ എന്നുള്ള തീരുമാനം എൻ്റെതായിരിക്കണം, അല്ലെങ്കിൽ സന്തോഷിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എന്തായിരിക്കും, അത് നമ്മൾ മറ്റുള്ളവർക്ക് കയ്യിലേക്ക് കൊടുക്കരുത്. സോ ആ ഒരു ഹോൾഡ്, ആ ഒരു ഓണർഷിപ്പ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൻ മി എ ലോങ് വേ. ഞാൻ അന്ന് മുതൽ ഞാനത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് റിയലി മേക്സ് എ ഡിഫറൻസ്. ബിക്കോസ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് അല്ല നമ്മുടെ ലൈഫ് നമ്മൾ എന്താ പറയുക റൂൾ ചെയ്യേണ്ടത്, ബട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷവും നമ്മളെ സങ്കടവും എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ് ഡിസിഷൻ ഈസ് ours, right? Then there is something called positive psychology. ഈ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ യൂഷ്വലി ഇറ്റ്സ് എ ടാബു ടോപ്പിക്, റൈറ്റ്? ലൈക്ക് നമ്മൾ എത്ര തന്നെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോവാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോഴും ഒരു സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെ? എൻ്റെ സൈക്കോളജി ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വരുന്നതെങ്കിലും പിന്നെ എന്താ പറയാ വെയിറ്റിംഗ് ഏരിയയിലൊന്നും ഇരിക്കൂല, ഇങ്ങനെ വരാന്തയിൽ നടന്നു കളിക്കും. ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു പേടി, അല്ലെ? ആരെങ്കിലും നമ്മൾ അറിയുന്ന ആൾ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദേ ബി ലൈക്ക് അവൾക്ക് വട്ടാണ്, അവൾക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ആൾക്കാരത് മുഴുവനായിട്ട് അത് വിട്ടു മാറിയിട്ടില്ല. സൈക്കോളജി ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു മെന്റൽ ഇൽനെസ്. ആ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് എപ്പോഴും ഉള്ളത്, അല്ലെ? ബട്ട് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. സോ വാട്ട് ഹീ സേസ് സൈക്കോളജി നമ്മുടെ രോഗങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ അത് പ്രിവെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെൽനെസ്, നമ്മുടെ ഹാപ്പിനെസ് എങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കി എടുക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മെന്റൽ ഇൽനെസ്, നമുക്ക് ആ ഇൽനെസ് വരാതെ തന്നെ വരുന്നത് മുന്നേ തന്നെ ക്യൂർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൈക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നുണ്ടല്ലോ. സോ ആ ഒരു രീതിയിൽ ഉള്ളൊരു ഇതാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് an acronym called PERMA. PERMA is an acronym for positive emotion, E for engagement, R for relationships, M for meaning and A for achievement. So ഇതാണ് സെലിഗ്മാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ we will flourish, we'll have a healthy mental well-being. ആൻഡ് നമുക്ക് എന്ത് തന്നെ ചാലഞ്ചസ് ഉണ്ടാകുമ്പോഴും നമുക്കത് നല്ല വിശ്വാസത്തോടെ നല്ലൊരു കോൺഫിഡൻസോട് കൂടെ തന്നെ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിൽ നിന്ന് മാറിയിട്ട് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിലാണ് അത് ഫോക്കസ് ചെയ്തത്. സോ പോസിറ്റീവ് ഇമോഷൻ ഇതിൽ പറയുന്നത് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ടു എൻഗേജ് ഇൻ ഡെവലപ്പിംഗ് പോസിറ്റിവിറ്റി. നമ്മുടെ ലൈഫ് ഇറ്റ് ഷുഡ് ബി സറൗണ്ടഡ് വിത്ത് പോസിറ്റിവിറ്റി. നമ്മുടെ വാക്കുകളിലൂടെ ആയാലും നമ്മുടെ ആക്ഷൻസിലൂടെ ആയാലും എന്തിനായാലും എപ്പോഴും ഒരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാം.
ഓഫ് കോഴ്സ് നെഗറ്റിവിറ്റി ഉണ്ടാവും, നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ എന്താ പറയുക, വിട്ട് നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആൻഡ് ലൈഫ് എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയിലൂടെ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, റൈറ്റിംഗ് എ ജേർണൽ. മിസ്റ്റർ സെലിഗ്മാൻ പറയുന്നത് ആളുടെ സ്റ്റുഡൻസിലും പേഷ്യൻസിലും ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ദേ ആസ്ക്ഡ് ദം ടു റൈറ്റ് എ ജേർണൽ ഡെയിലി ബിഫോർ ബെഡ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ട്, ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള 3 കാരണങ്ങൾ എഴുതാം. ആൻഡ് ഓൾസോ വൈ ഇറ്റ് ഗേവ് യു ഹാപ്പിനെസ്. അതിന്റെ കാര്യം എന്തൊക്കെയാണ്, കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങളും അത് നിങ്ങൾ എഴുതിയിട്ട് വേണം നിങ്ങൾ രാത്രി കിടക്കാൻ എന്നുള്ള ഒരു ജേർണൽ പോലെ എഴുതാൻ വേണ്ടി പറ്റാൻ. 6 months later he could see a drastic difference in them. ആ ഒരു എക്സ്പെരിമെന്റിലൂടെ he discovered that there was less depression, less anxiety and higher life satisfaction in those students. ഇത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരു പോസിറ്റീവ് ഇമോഷനിലൂടെ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് കംസ് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഹാവിങ് എ ഫ്ലോയിഡ് ലൈഫ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ സിഗ്നേച്ചർ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിനൊരു എക്സസൈസ് ഒക്കെ ഉണ്ട്, അത് കണ്ടുപിടിക്കുന്നത് ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഇപ്പൊ അത് ഇവിടെ ചെയ്യുന്നില്ല. ബട്ട് അതിനകത്ത് ചെയ്യുന്നതിലൂടെ വി കുഡ് ഫൈൻഡ് വാട്ട് എ സ്ട്രെങ്ത് ഇസ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ടാലൻസ് ഓർ സ്കിൽസ്. നമ്മുടെ സ്കില്ലോ ടാലന്റോ ആയിട്ടുള്ള ഒന്നുമല്ല, നമ്മുടെ മോറൽ സ്ട്രെങ്സ് ആണ് പറയുന്നത്. ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, കൈൻഡ്നെസ്, നമ്മുടെ ഹ്യൂമർ സെൻസ്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിൽസ്, മോറൽ സ്ട്രെങ്സ് ആയിരിക്കും പഠിച്ചോ നൽകിയിട്ടുണ്ടാവുക, റൈറ്റ്? അപ്പൊ അതെന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ദെൻ നമ്മളുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, നമ്മൾ ചെയ്യാൻ വെറുക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ടീരിയസ് ആയിട്ട് തോന്നുന്ന, ഒരു എഫേർട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു മോറൽ സ്ട്രെങ്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആൻഡ് ദെൻ യു വുഡ് ഫൈൻഡ് ഇറ്റ് ഈസി to do it. Like for example, kindness ആണ് നമ്മളുടെ സ്ട്രെങ്ത് എങ്കിൽ, മോറൽ സ്ട്രെങ്ത് എങ്കിൽ, അറ്റ് വർക്ക് പ്ലേസ് നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളത് നല്ല കൈൻഡ് ആയിട്ട് തന്നെ നമ്മളുടെ കൊളീഗ്സിനോട് ബിഹേവ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ യു വുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ദ ഡിഫറൻസ് എന്നുള്ളതാണ് ആ ഒരു എൻഗേജ്മെന്റ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. And then comes relationships. And of course, relationships, I need not explain too much. നമ്മുടെ social connections, it's very, very important because man is a social animal, right? മനുഷ്യന്മാർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഇൻ ഐസൊലേഷൻ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. സോ വി നീഡ് ദാറ്റ് സോഷ്യൽ കണക്ഷൻ ഓൾവേസ്. സോ അത് മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പലരും തന്നെ, എസ്പെഷ്യലി ആണുങ്ങളുടെ കേസാണെന്ന് എനിക്ക് തോന്നുന്നു, വീട്ടിനകത്താണെങ്കിൽ തന്നെ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ഭയങ്കര ഒരു മസിൽ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും. ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് സംസാരിക്കില്ല, ഇടപഴകില്ല, ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, റൈറ്റ്? നമ്മുടെ അപ്പുറത്തെ ലോകത്തിന്റെ അപ്പുറത്തെ അറ്റത്തുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ആയിരിക്കും, പക്ഷെ സ്വന്തം വീട്ടിൽ അത് ഉണ്ടാവില്ല. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഹൗസ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഹൗസ് വി നീഡ് ടു ബി കണക്റ്റഡ് വിത്ത് പീപ്പിൾ. എങ്കിലും നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ ഫോളോ ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റിലേഷൻഷിപ്സ്, ആസ് യു ഓൾ നോ, ബിക്കോസ് ദ വേ വി കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് റിയലി മാറ്റേഴ്സ്, അല്ലേ? ശരിക്കും കമ്മ്യൂണിക്കേഷനിൽ ഇത് പറയുന്നത് only 7% is verbal എന്നാണ്. ബാക്കി 93% ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് നോൺ വെർബൽ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നല്ലേ. ബട്ട് ദാറ്റ് only 7%. നമുക്ക് എന്താ പറയുക 7% മാത്രമാണ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കണക്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്കി 93% വരുന്നത് ഇറ്റ് ഇസ് നമ്മൾ ടോണിലും the way how we speak, നമ്മുടെ മാനറിസം, നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അപ്പം പിന്നെ അതൊക്കെയാണ് ഈ ഒരു ബാക്കി 93%ലും വരുന്നത്. സോ വേർഡ്സിനെക്കാളും നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഹൗ വി കമ്മ്യൂണിക്കേറ്റ് is also we have to take care. And next is meaning. So yeah, next is meaning. Meaning എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ having a sense of purpose in life, a sense of meaning in life, ഒരു meaningful life ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലത്തെ
എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവര് സ്പീച്ച് ആയാലും ബുക്സ് ആയാലും ഒക്കെ തന്നെ നമ്മൾ റെഫർ ചെയ്യുമ്പം ഇറ്റ് ഓൾ ഗെറ്റ്സ് കണക്റ്റഡ് ടു അവർ റൂട്ട്സ്, റൈറ്റ്? നമ്മൾ ദീനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അവർ പുതിയ, എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തരുന്നത് പോലെയുള്ള ഒരു സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ബിക്കോസ് ഇവിടെയും അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ വെറുതെ ഒരു ഹെഡോണിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലില്ല, നമ്മൾ വെറും പ്ലഷർ മാത്രമല്ല ഹാപ്പിനെസ് സീക്ക് ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിന് ഒരു ജീവിതം മീനിങ്ഫുൾ ആയിരിക്കണം, ഒരു പേർപ്പസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ലൈക്ക് ആൾട്രൂയിസ്റ്റിക്, ബീങ് ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ് ആസ് വെൽ. നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർ കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഇതാണ്. ബിക്കോസ് അവർ തന്നെ പറയുന്നത്, ഇഫ് യു ഫീൽ ഡിപ്രസ്ഡ്, ഇഫ് യു തിങ്ക് ലൈക്ക് യു ഹാവ് എവറിത്തിങ് ഇൻ ലൈഫ്, നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട എല്ലാം കിട്ടിയിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ആയാലും ക്വാളിഫിക്കേഷൻ ആയാലും ജോലി ആയാലും ഫാമിലി എവറിത്തിങ് നമുക്കെല്ലാം ഉണ്ടെങ്കിലും സ്റ്റിൽ ദർ വിൽ ബി സംതിങ് ദാറ്റ് ഇസ് മിസ്സിംഗ് ഇൻ ലൈഫ്, അല്ലേ? നമുക്കൊരു തോന്നലുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. സെറ്റ് ഔട്ട് ഫോർ സോഷ്യൽ വർക്ക്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ, പുറത്തിറങ്ങി മറ്റുള്ളവരെ സഹായിച്ച് നോക്കിയേ, ഇറ്റ് ബി സോ ഫുൾഫില്ലിംഗ്. അപ്പൊ ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്പെൻഡ് ടൈം ഫോർ അതേഴ്സ് ആസ് വെൽ. അപ്പൊ അതാണ് ഇവിടെ ഇതും പറയുന്നത്, മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് കൂടെ സ്ഥാനം ഉണ്ടാവണം എന്നുള്ളത്. ആൻഡ് എ ഫോർ അച്ചീവ്മെന്റ്. സോ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ്, എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മളുടെ ഗോൾസിലേക്ക് ഉള്ള ഒരു അച്ചീവ്മെന്റ് ആണ്, പ്രോഗ്രഷൻ ടുവേർഡ്സ് ഗോൾ. അപ്പൊ അതിൽ തന്നെ പറയുന്നത് മോർ ദാൻ IQ, ഇതിൽ നമ്മുടെ ഗ്രിറ്റ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, അതിനാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് വെറും IQ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് വേണമെന്ന് തന്നെ ഇല്ല. അതിനേക്കാളും ട്വൈസ് ദി ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മൾ ലൈഫിൽ എന്തെങ്കിലും നേടാനുള്ള നമ്മുടെ ഡിറ്റർമിനേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ, എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നത് എന്നുള്ളത്. സോ ദോസ് ആർ ദ തിങ്സ് വിച്ച് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നമ്മളുടെ ഒരു ടാലന്റും സ്കിൽസും അതിനൊക്കെക്കാളും. സോ അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ A for achievement. സോ ഇവിടെ നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വേ ഓഫ് ലൈഫ്, ഇഫ് യു കണക്ട് ടു ആ വേ ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ഇസ്ലാമിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, ഐ മീൻ ഐ ജസ്റ്റ് എന്താ പറയുക, ചെറിയൊരു രീതിയിൽ അതിനൊരു ഡീവിയേഷൻ എടുത്തിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഒരു പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ തന്നെ പറയുന്നത് ഈവൻ എ സ്മൈൽ ഇസ് എ സദഖ എന്ന് പഠിപ്പിച്ചൊരു മതമാണ് നമ്മുടെ ഇസ്ലാം, അല്ലെ? എപ്പോഴും ഭയങ്കര സ്റ്റേൺ ഫേസ്ഡ് ആയിട്ട് മസിൽ പിടിച്ച് ജീവിക്കുക എന്നുള്ളതല്ല, ഒരു ചിരിയിൽ പോലും ആ ഒരു സ്വതക്ക ഉണ്ട്. ഇവൻ സ്മൈൽ ഇസ് എ ചാരിറ്റി എന്ന് പഠിപ്പിച്ച നമ്മുടെ മതം, അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു പോസിറ്റിവിറ്റി നമുക്ക് ചുറ്റും ഉണ്ടാവും, അല്ലെ? ആൻഡ് അത് പറഞ്ഞിട്ട് whoever believes in God and the last day should speak good or remain silent. നമുക്ക് നല്ലത് പറയാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് റിമെയിൻ സൈലന്റ് എന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ ആൾക്കാരാണ് നമ്മള്. സോ ഇറ്റ്സ് ഓൾ പോസിറ്റിവിറ്റി ഓൾവേസ് അറൗണ്ട് us. ഇബ്ലീസിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്ത് നമുക്ക് പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പഠിപ്പിച്ചൊരു മതമാണ്. സോ പോസിറ്റീവ് ഇമോഷൻ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടുവരണം, നമ്മൾ ദീന തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അഗൈൻ എൻഗേജ്മെന്റ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഇറ്റ്സ് ബീങ് മൈൻഡ്ഫുൾ, റൈറ്റ്? അപ്പൊ നമ്മളിപ്പോഴും മൈൻഡ്ഫുൾ ആയി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ദീനിൽ പറഞ്ഞത് തന്നെ തഖ്വയോട് കൂടി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു സംഭവം. എന്താണ് തഖ്വ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആ ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണം, കോൺഷ്യസ്നെസ്സോട് കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റിലേഷൻഷിപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, മറ്റുള്ളവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു എന്താ പറയാ, എല്ലാ കാര്യത്തിലും എങ്ങനെ നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യുന്നത്, നമ്മുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ദീന് പഠിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? ആൻഡ് മീനിങ്ങിൽ നമ്മൾ അത് തന്നെയാണ് ഒരു മുസ്ലിമിന്റെ ഒരു മെയിൻ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയാൻ തന്നെ ഇസ് ഹിയർ ആഫ്റ്റർ. സോ ഇറ്റ്സ് ഓൾ ജസ്റ്റ് മീൻസ് ടു ഗെറ്റ് ദർ വാട്ട് എവർ വി കം അക്രോസ് ഇൻ ദിസ് ലൈഫ്. നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് തന്നെ നമ്മൾ എന്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു, അതൊക്കെ നമ്മളുടെ ഒരു പേർപ്പസ്ഫുൾ ലൈഫ്, ഒരു മീനിങ് ഫുൾ ലൈഫിലേക്ക് വേണ്ടി തന്നെയാണ്. ബിക്കോസ് അവർ എൻഡ് ഗോൾ ഇസ് നോട്ട് ഹിയർ, ഇറ്റ്സ് ഇൻ ദ ഹിയർ ആഫ്റ്റർ. സോ ആ ഒരു മീനിങ് ഫുൾ ലൈഫ് ഏതൊരു മുസ്ലിമിനും ഉണ്ടാവേണ്ടത് തന്നെയാണ്. ആൻഡ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഇൻ ദിസ് ലൈഫ്, ഇറ്റ്സ് ഇൻ ദി ഹിയർ ആഫ്റ്റർ. ആ ഒരു മൊറാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത ലോകത്തിലേക്ക് ഉള്ളത് തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഹൗ വി കുഡ് കണക്ട് ദാറ്റ്. സോ യാ, നെക്സ്റ്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ഒബ്സ്റ്റക്കിൾസ്. എന്തൊക്കെയാണ് നമ്മളുടെ ലൈഫിലുള്ള ഒരു സന്തോഷത്തിന് എന്താ പറയുക, ഒരു ഒബ്സ്റ്റക്കിളായി നിൽക്കുന്ന ഒരു കാര്യങ്ങൾ, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. വൺ ഇസ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ and comparison culture.
ഇത് എത്ര തന്നെ പറഞ്ഞാലും മതിയാവാത്ത ഒരു ടോപ്പിക്കാണ് അല്ലെ ഈ ഒരു കാലത്ത്. ബിക്കോസ് ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആവുക എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് ഫുൾ ടൈം ഇൻവോൾവ് ആവുക എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു കമ്പാരിസൺ കൾച്ചറും കൂടെ നമ്മളിലൂടെ ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് സങ്കടകരം. ബിക്കോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ വാട്ട് വി തിങ്ക് ഇസ് അതൊന്നും അവർക്ക് മാത്രം ഇത്ര സന്തോഷം, അത് എൻ്റെ ലൈഫ് എങ്ങനെ അല്ലാത്തത്, റൈറ്റ്? അതെന്താണ് എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റാത്തത്, എനിക്കെന്താ ഇത്ര നല്ല എക്സോട്ടിക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത്, അവരും ഭാര്യയും ഭർത്താവിനും നോക്കിയ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിയ എന്താ എൻ്റെ ഫാമിലി ലൈഫ് ഇത്ര ഹാപ്പി അല്ലാത്തത് എന്നൊരു കമ്പാരിസൺ കൾച്ചർ നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഫിത്ന ഓഫ് ദ ഡേ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷനും ആ ഒരു കമ്പാരിസൺ കൾച്ചറാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഡിസപ്പോയിന്റ്മെന്റിലേക്ക് പോകുന്നത്. ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിപ്രഷൻ. നമ്മളെ ലൈഫിലെ ഹാപ്പിനെസ് നമ്മൾ എടുത്ത് കളയാണ്, നമ്മളായിട്ട് തന്നെ എടുത്ത് കളയാണ്. ബിക്കോസ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കാതെ നമ്മളുടെ ലൈഫിലെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് ശരിക്കും നമ്മൾ എണ്ണിയാ തീരാത്ത അനുഗ്രഹങ്ങളുടെ ഉടമയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് എത്ര തന്നെ നമുക്ക് എന്താ പറയാ എണ്ണിയാ മതിയാവാത്തത്ര അനുഗ്രഹം പടച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് എന്നാലും ഉള്ളത് നമ്മൾ നോക്കാതെ ഇല്ലാത്തതിലേക്കാണ് എപ്പോഴും നമ്മൾ നോട്ടം. അതാണ് ഇബ്ലീസിന്റെ ഒരു കളി എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മൾ ഡിസപ്പോയിന്റ്മെന്റിലേക്ക് ഇബ്ലീസിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ആ ഒരു നിരാശാബോധത്തോടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. സോ മാക്സിമം അതിന് വേണ്ട ആവശ്യത്തിന് മാത്രം അത് യൂസ് ചെയ്യാന്നുള്ളൂ. ഓഫ് കോഴ്സ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെക്കേണ്ട പറ്റില്ല എന്നല്ല, ആവശ്യമില്ല. എല്ലാം നല്ലതിന് നമുക്ക് യൂസ് ചെയ്യാം. പല നല്ല കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ പാലസ്തൈൻ ഇഷ്യൂസിലൊക്കെ സോഷ്യൽ മീഡിയ ഹാസ് പ്ലേഡ് എ വെരി പ്രോമിനന്റ് റോൾ അല്ലെ. മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് മാറി നിന്ന് എങ്ങനെയാണ് എന്താണ് യഥാർത്ഥ ന്യൂസ് എന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സോഷ്യൽ മീഡിയ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഷുഡ് കംപ്ലീറ്റ്ലി ഗെറ്റ് അവേ ഫ്രം ഇറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഈദർ. ഈ ഒരു കാലത്ത് ഒരിക്കലും നമുക്കത് സാധ്യമല്ല. ബട്ട് യൂസ് ഇറ്റ് വൈസ്ലി. നമ്മുടെ ഡിസ്ട്രാക്ഷൻസിലോട്ടോ ഡിസപ്പോയിന്റ്മെന്റിലോട്ടോ നമ്മളുടെ എന്താ പറയുക ഡിപ്രഷനിലോട്ടോ അല്ല നമുക്കത് കൊണ്ടുപോകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് ടോട്ടലി ഫേക്ഡ് അപ്പ്. നമ്മൾ കാണുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കാണുന്നതൊക്കെ സത്യമാണെന്നുള്ളത്? ഈ സന്തോഷത്തോടെ കഴിയുന്ന ഫാമിലി, ഒരു എന്താ പറയുക കപ്പിൾസിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത്, ഡു യു തിങ്ക് ദേ ആർ ഓൾവേസ് ഹാപ്പി? അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതെയാണ് അവരിങ്ങനെ ജീവിച്ചു പോകുന്നതാണ് വിചാരിക്കുന്നത്? നെവർ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ എക്സിബിറ്റ് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ ഡബിൾ ആണ്. ഇറ്റ് ഡെഫിനറ്റ്ലി ബി ഡബിൾ. ബിക്കോസ് അവരെ കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുകയാണ്. അപ്പൊ എന്തെന്നായാലും അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ലൈഫില്. ബട്ട് നമ്മൾ പൊട്ടന്മാർ അതൊന്നും അറിയാതെ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അതെന്താ നമുക്കില്ലാത്ത എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു കൾച്ചർ സമ്പ്രദായമാണ് നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരു മെജോറിറ്റി ഓഫ് ബിഗ് ചങ്ക് ഓഫ് അവർ എന്താ പറയുക ഡിസപ്പോയിന്റ്മെന്റ്, നമ്മളുടെ ഡിപ്രഷൻ ഒക്കെ തന്നെ നമുക്ക് ലൈഫിൽ നിന്ന് മാറിക്കിട്ടും. നല്ലതിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഇസ് ഹാപ്പിനെസ് ട്രാപ്പ്. ഹാപ്പിനെസ് ട്രാപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക ഫുൾ ടൈം നമ്മൾ പോസിറ്റീവായി ഇരിക്കുക. എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ബ്രഷ് ഇട്ട് അണ്ടർ ദ കാർപ്പറ്റ്, അങ്ങനത്തെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ നമ്മൾ ഫേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഹാപ്പിനെസ് ട്രാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ടോക്സിക് പോസിറ്റിവിറ്റി. വാട്ട് ഇസ് ടോക്സിക് പോസിറ്റിവിറ്റി? അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ അതായത് നമ്മൾ എല്ലാം തന്നെ പോസിറ്റീവാണ്, കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു പൊതുവെ ആണുങ്ങളിലൊക്കെ ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു ടൈപ്പാണ്. സങ്കടമായാലും സന്തോഷമായാലും എന്താ പറയാ ദേഷ്യം പിന്നെ നല്ല അത് ഒരു മുടക്കം കൂടാണ്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കൂടാതെ നമ്മൾ സ്നേഹമായാലും ഒക്കെ തന്നെ പ്രകടിപ്പിക്കാൻ ഭയങ്കര പിഷ്കന്മാരാണ് ആണുങ്ങൾ അല്ലേ. സ്ത്രീകൾ എന്ന് പറയുന്നത് അത് അവർക്ക് എല്ലാവരും തല്ലാട്ടുന്നുണ്ട്. ഓൾ ഫോർ ഇറ്റ്. സോ ദാറ്റ് ഇസ് എ തിങ്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല. ബീറ്റ് മാൻ ഓർ എ വുമൻ, അത് ആണായാലും പെണ്ണായാലും അതിന് നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് ദി എന്താ പറയുക kindest of the kind. He was the gentlest of the gentle, right? And still he is a role model. ഒക്കെ അത്രയും ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. സോ അങ്ങനെ ഒരു റോൾ മോഡൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാണ് ആണത്വം, മസിൽ പിടിച്ചിരിക്കലാണ് നമ്മൾ മാച്ചോ മാൻ എന്ന രീതിയിൽ ഇരിക്കലല്ല. വി നീഡ് ടു എക്സ്പ്രസ് അവർ ഇമോഷൻസ്.
അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതൊക്കെ സപ്രസ് ചെയ്യുമ്പോഴാണ് ഇത്തരം ടോക്സിക് പോസിറ്റിവിറ്റി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സോ പറയുന്ന പോലെ തന്നെ സപ്രസിങ് നെഗറ്റീവ് ഇമോഷൻസ്, ദാറ്റ് ഇസ് വെരി വെരി അൺഹെൽത്തി. സോ അതിനൊരു സൊല്യൂഷൻ ആണ് പറയുന്നത് എംബ്രേസ് ഓൾ ഇമോഷൻസ്. നമ്മളെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, നമ്മൾ എക്നോളജ് ചെയ്യണം. നമ്മൾ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ബ്രഷിംഗ് അണ്ടർ ദി കാർപ്പറ്റ്, ഇറ്റ്സ് ലൈക്ക് വി നീഡ് ടു എക്നോളജ് ഇറ്റ്, address it and try to overcome it with the best of the solutions, right? ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് ഓൾസോ യു നീഡ് നോട്ട് ബ്രൂഡ് ഓവർ ഇറ്റ് ആസ് വെൽ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നത്തിന്റെ മേലെ തന്നെ ആലോചിച്ചിരിക്കുക എന്നുള്ളതല്ല. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ബോത്ത്. സോ അത് അഡ്രസ് ചെയ്ത് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദെൻ കംസ് ദി അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതൊന്നും എന്താ പറയുക സ്ട്രഗിൾസും ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല സങ്കടവും എങ്ങനെയായാലും കൂടെ ഉണ്ടാവും, റൈറ്റ്? അള്ളാഹു തന്നെ പറഞ്ഞു ലൈഫ് ഇസ് ഓഫ് ടെസ്റ്റ് ആൻഡ് ട്രയൽസ്, ലൈഫ് ഇസ് ഫുൾ ഓഫ് ടെസ്റ്റ് ആൻഡ് ട്രയൽസ്, റൈറ്റ്? ലൈഫ് ഇസ് നെവർ എ ബെഡ് ഓഫ് റോസസ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിതത്തെ കാണുകയാണെങ്കിൽ നമുക്ക് നന്മയുണ്ടാവും, തെന്മയുണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്, ബിക്കോസ് അതൊന്നും ഇല്ലാത്തൊരു ലൈഫാണ് ലൈഫ് എന്ന് വിചാരിക്കുന്നത്. ഇറ്റ്സ് ട്രൂലി അൺറിയലിസ്റ്റിക് ആൻഡ് മേക്കിംഗ് വൺ ഫീൽ ഗിൽറ്റി. ലൈക്ക് നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എംബാരസ്മെന്റ്, മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. നമുക്ക് വി ഗോ ത്രൂ ദീസ് കൈൻഡ് ഓഫ് ഇമോഷൻസ് ബിക്കോസ് മറ്റുള്ളവർക്കും അതില്ലല്ലോ, ഇത് എനിക്ക് മാത്രമാണോ എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും. ആൻഡ് ദാറ്റ് ഓൾസോ ലീഡ്സ് ടു ഐസൊലേഷൻ. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു മാറി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കും. So we need to allow space for all that. So പറഞ്ഞ പോലെ തന്നെ embracing all emotions is very very important. So yeah, major factors influencing happiness. ഒരു പ്രൈമറി ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ആസ് മുസ്ലിംസ് ഐ വുഡ് സേ വി കുഡ് കൺസിഡർ ആസ് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. ലൈഫിൽ എപ്പോഴും നമ്മളുടെ ഒരു പേർപ്പസ് എന്താണെന്ന് നമ്മൾ മറന്നു പോകാതെ ജീവിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നമ്മളുടെ ലൈഫ് ഈ ഒരു ലോകത്തല്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒരു ജേർണി. ഇറ്റ്സ് ജസ്റ്റ് വി ജസ്റ്റ് ട്രാവലിംഗ് ത്രൂ ഇറ്റ്. വാട്ട് എവർ വി ആർ കമ്മിങ് അക്രോസ് ഇറ്റ്സ് ജസ്റ്റ് മീൻസ് ടു ഗെറ്റ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മളൊരു കാറിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവാണ് ടു റീച്ച് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണോ? നമ്മുടെ ആഖിറത്തിൽ എത്താനുള്ള ഒരു യാത്ര മാത്രമാണ്. ആ യാത്രയിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറണം, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഇൻ ദ ഫോം ഓഫ് ഖുറാൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് നമ്മൾ ഇവിടെ വേണ്ടത്. സോ ഹാവിങ് ദാറ്റ് പേർപ്പസ് ഇൻ മൈൻഡ് ഓൾവേസ്. ആൻഡ് ഓഫ് കോഴ്സ് വി ക്യാൻ ഹാവ് പ്ലഷർ, വി ക്യാൻ ഹാവ് ഹാപ്പിനെസ്. എപ്പോഴും എന്താ പറയുക ഒരു പേർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എപ്പോഴും സീരിയസ് ആയി ജീവിക്കണം എന്നുള്ളതല്ല. നെവർ. യു ക്യാൻ ഹാവ് അൺലിമിറ്റഡ് എൻജോയ്മെന്റ്. അൺലിമിറ്റഡ് ഇൻ ദ സെൻസ് ഹലാൽ ബൗണ്ടറിയിൽ തന്നെ നമുക്ക് പറ്റുന്ന എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റും ഹാപ്പിനെസ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ലൈഫ് കൂടെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആൻഡ് ബട്ട് ആ പേർപ്പസ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഐ ക്യാൻ നെവർ എവർ എംഫസൈസ് ദിസ് എനഫ്. ശുക്ർ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ? നമ്മുടെ ലൈഫിൽ എന്താ പറയാ അള്ളാഹുവിനോടായാലും നമ്മുടെ നന്മ ചെയ്തവരോടായാലും ഒക്കെ തന്നെ നമുക്ക് നന്ദി പറയാൻ ഭയങ്കര ഒരു മടിയാണ്. എന്താണെന്നറിയില്ല, അത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ഓരോ കാര്യം നമ്മുടെ ലൈഫിൽ ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലോ നമ്മൾ പടച്ചോന്റെ മുന്നിൽ സുജൂദ് എണീക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ? ബട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ ലൈഫിൽ ഓരോ എവറി സ്റ്റെപ്പ് ഓഫ് വാട്ട് എവർ യു ഡൂയിങ് നമ്മൾ ചെയ്യുമ്പോൾ, ഈവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ ഒരു ബ്രഷിൽ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് പല്ല് തേക്കുമ്പോൾ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമുക്ക് ആ ഒരു ശുക്ർ ചെയ്യാൻ തോന്നൂലേ? പടച്ചോനെ എനിക്ക് ഇത്രയും എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്നോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് എന്ന് നമുക്കൊരു ശുക്ർ ചെയ്യാൻ പറ്റണ്ടേ? ബിക്കോസ് അള്ളാഹു പറഞ്ഞു നമുക്ക് ആ ശുക്റിലുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫിൽ കാര്യങ്ങൾ അള്ളാഹു ഇൻക്രീസ് ചെയ്തുള്ളൂ. ഐ വിൽ ഷുവർലി ഇൻക്രീസ് യുവർ ഫേവർ ഓൺലി ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ എന്ന് പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഹാവിങ് ദ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്ഫുൾ മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ്, റൈറ്റ്? ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഐനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു ദുആ ആയിരിക്കും. ഇറ്റ്സ് എ വെരി ഷോർട്ട് ആൻഡ് സിമ്പിൾ ദുആ, but ever since I have started practicing this in my life, it has made immense changes. It has worked miracles actually. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുആണ്.
ആ ഒരു ദുവ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് അള്ളാഹു, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ദുവ. അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ പറയുന്നത്, അള്ളാഹുവെ നിന്നോട് നന്ദി പറയാൻ വേണ്ടി നീ തന്നെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്നത്. ബിക്കോസ് മാൻ ഇസ് ഫൊർഗെറ്റ്ഫുൾ. മനുഷ്യൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് മറവി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിൽ തന്നെയാണ് ഇൻസാൻ എന്നുള്ള വേർഡ് തന്നെ വന്നിട്ടുള്ളത്. സോ മറവി സംഭവിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന് മറവി സംഭവിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ഇങ്ങനത്തെ ദുആയൊക്കെ ഇറക്കിയിട്ടുള്ളത്. സോ പടച്ചോനോട് തന്നെ നമ്മൾ പറയാണ്, പടച്ചോനെ നീ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് നിന്നോട് നന്ദി പറയാൻ വേണ്ടിയിട്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ്. And we are assigning this task to someone who's never forgetful, who's ever powerful, and എല്ലാ കാര്യം എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ഈ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നത്. സോ യു വിൽ നെവർ ഫൊർഗെറ്റ് ഇറ്റ്. അപ്പൊ അങ്ങനെ വരുന്നതിന് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് സ്ലിപ്പായി പോകാൻ ഒരു ചാൻസും ഇല്ല. Ever since I practiced this, I have seen immense changes in my life. ഞാൻ ശരിക്കും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, ആ ഷുഗർ ഫീലിംഗ് നമുക്ക് കിട്ടും. ഈവൻ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ അൽഹംദുലില്ലാ ഫോർ ഹാവിങ് എ സ്പൗസ്, അൽഹംദുലില്ലാ ഫോർ ഹാവിങ് ബ്ലെസ്ഡ് ഹിം വിത്ത് എ വർക്ക്. അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അൽഹംദുലില്ലാ ഫോർ ഹാവിങ് ചിൽഡ്രൻ ആൻഡ് ഫോർ ഗൈഡിങ് ദം റൈറ്റ്. അല്ലെങ്കിൽ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ വെറുതെ കാറിന്റെ ഒരു ഡോറ് തുറക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ ഫോർ ഹാവിങ് എ വെഹിക്കിൾ ആൻഡ് ഓൾസോ ബ്ലെസ്സിങ് മീ വിത്ത് with the talent of driving, for making me independent. ഓരോ കാര്യത്തിലും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തോന്നും. അപ്പൊ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. And third thing is mindfulness and meditation. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തഖ്വ ബോധം, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, പടച്ചോനായിട്ടുള്ളൊരു സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. And how do you do that? Through prayer and remembrance, right? Through salah and dhikr. So because അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ഹാർട്ടിന് നമുക്ക് ആ റെസ്റ്റ് കിട്ടാൻ, ആ ഒരു പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ we need to think about him. Barely in the remembrance of Allah do hearts find rest. അപ്പൊ ആ ഒരു സമാധാനവും ആ ഒരു സംതൃപ്തിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പടച്ചോനോട് തന്നെ എന്താ പറയാ, അത് നമ്മൾ ചോദിക്കുകയും വേണം. പടച്ചോനെ കുറിച്ച് ഫുൾ ടൈം നമുക്ക് ഒരു തഖ്വ ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നതും അവനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇസ്സത്ത് കംസ് ഓൺലി ഫ്രം അല്ലാഹ്. നമ്മൾ വേറെ ആരെയും പ്ലീസ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല ലൈഫിൽ. നമുക്ക് ഇസ്സത്ത് കിട്ടുന്നത് പടച്ചോനടുത്ത് മാത്രമാണ്. സോ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലീസ് ഹിം ആൻഡ് ഹിം അലോൺ. വേറെ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് പടച്ചോനെ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ്. നമ്മൾ വേറെ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത്, അവരെല്ലാം ഓട്ടോമാറ്റിക്കലി പ്ലീസ്ഡ് ആയിക്കോളും. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് പ്ലീസിങ് അല്ലാഹ്. ആൻഡ് ഹൗ ഫോർച്ചുനേറ്റ് ആൻഡ് ബ്ലെസ്ഡ് ആർ വി മുസ്ലിംസ് ടു ബി ദ സ്ലേവ് ഓഫ് വൺ ആൻഡ് ഓൺലി, റൈറ്റ്? നമ്മൾ വേറെ പല സാധനങ്ങൾക്കും ആൾക്കാർക്കും ഐഡിയോളജിക്കും ഒക്കെ അടിമപ്പെടുന്നതിന് പകരം ഒരു ഒറ്റ ഇലാഹിന് വേണ്ടി മാത്രം അടിമപ്പെടുക എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി, ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ സിമ്പിൾ മുസ്ലിംസ് ലൈഫ് ഇസ്. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊരു സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫാണ്, ഇഫ് ഇറ്റ് ഇസ് ഫോളോഡ് ഇൻ ദ റൈറ്റ് വേ, അല്ലേ? അപ്പൊ അത്രയും നല്ല രീതിയിൽ നമുക്ക് അത്രയും ഈസി ആക്കി തന്നൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. സോ അങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനെ മാത്രം പ്ലീസ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തുകൊണ്ട്, അവൻ എന്താണോ ഇഷ്ടം ആ രീതിയിൽ, അവൻ എന്താണോ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്തുകൊണ്ട്, എന്താണ് ചെയ്യരുത് എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ definitely happiness will be at your doorstep. You will find happiness in your life. So those are the things, being mindful in meditation. The secondary factors. Secondary means which is attached to what we have been discussing so far, like physical health. It is very, very important. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അമാന ഫ്രം അല്ലാഹ്, റൈറ്റ്? വി നീഡ് ടു സീ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ ബോഡി ഈസ് അള്ളാഹ്സ് അമാന. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചൊരു അമാനത്താണ്. എന്തിനു വേണ്ടി? വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. റെസ്റ്റ് എവറിത്തിങ് കംസ് വിത്തിൻ ദാറ്റ് ബൗണ്ടറി. സോ നമ്മളുടെ ശരീരത്തെ അതിനു വേണ്ടി നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അള്ളാഹു എങ്ങനെയാണോ നമ്മുടെ ശരീരം നമുക്ക് തന്നിട്ടുള്ളത് അത് അതുപോലെ നല്ല നിലയിൽ നോക്കി തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതും നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. സോ ദാറ്റ് വി ഹാവ് ടു ടേക്ക് കെയർ. അത് എപ്പോഴും പറയുന്ന പോലെ ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഇറ്റ് ഇസ് വെരി, നമ്മൾ എപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ തിരക്കിനിടയിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ആ ഒരു എൻഡോർഫിൻ റിലീസും അതൊക്കെ ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്ററാണ്.
So that's what we need to follow. And again, many other chemicals will be released, like neurotransmitters എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്ന പല കെമിക്കൽസ് ആണ്. അതിന് മെയിൻലി ഈ പറഞ്ഞ പോലെ തന്നെ ഡോപ്പമിൻ, ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഹോർമോൺ, റൈറ്റ്? നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാലിഡേഷൻ കിട്ടുമ്പോൾ, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പല പോസ്റ്റുകളൊക്കെ ഇട്ടാൽ നമുക്ക് കിട്ടുന്ന ലൈക്ക്, ഷെയർ, ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല നല്ല കോമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് വരുന്നില്ലേ? അതൊക്കെ നമ്മളിങ്ങനെ ഡോപ്പമിൻ റിലീസ് ചെയ്യിക്കും. സോ നമ്മുടെ ഒരു വാലിഡേഷൻ കിട്ടുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആണ് ഈ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്നത്. ആൻഡ് സെറട്ടോണിൻ, നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ. ആൻഡ് ദാറ്റ്സ് അഗെയിൻ ലൈക്ക് എന്താ പറയുക, നമ്മളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന, നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ആപ്പറ്റൈറ്റ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ necessary. And oxytocin is also released, like love hormone. നമ്മൾ ഈ പറയുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു സോഷ്യൽ ഗ്യാതറിങ്, മറ്റുള്ളവരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമ്മൾ ഹാൻഡ്സ് ഷേക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, which is why it's called love hormone. അപ്പോൾ ആ ഒരു ലവ് ഹോർമോൺ അതൊക്കെ റിലീസ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി നല്ല ആക്റ്റീവ് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. And then relationships, we have already talked about it. Building relationships is also very important, like strong connections within the family ആയാലും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും, നമ്മുടെ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിലായാലും ഒക്കെ തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാൻ ഇൻഷാല്ലാഹ്. ആൻഡ് ദെൻ പേഷ്യൻസ് ആൻഡ് റെസിലിയൻസ്. പേഷ്യൻസ് അത് നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? എസ്പെഷ്യലി നമ്മളെ ഫാമിലീൻ്റെ അടുത്ത്, നമ്മൾ വീട്ടിൻ്റെ അത് പുറത്തൊക്കെ നമ്മൾ വിൽ ബി വെരി കൈൻഡ്, വിൽ ബി ഓൾ സ്മൈൽസ്, നമ്മളെ നല്ല സ്വഭാവം പുറത്തെടുക്കുക. പക്ഷെ വീട്ടിൻ്റെ അകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ ആവശ്യം അല്ലേ? നമ്മുടെ സ്പൗസിൻ്റെ അടുത്ത്, നമ്മുടെ കുട്ടികളുടെ അടുത്ത്. സോ അവിടെയാണ് നമ്മൾ ഏറ്റവും ലൂസ് ചെയ്യുന്ന ഒരു സംഭവം. ബട്ട് ആ ഒരു സബർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. എന്താ പറയുക, ഒരു എന്ത് തന്നെ സംഭവിച്ചാലും ഇത് അള്ളാഹുവിൻ്റെ ഒരു ഖദറാണ്, ബിക്കോസ് ഗുഡ് ആൻഡ് ബാഡ് കംസ് ഫ്രം അള്ളാഹ് എന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ബിക്കോസ് അള്ളാഹ്സ് വിസ്ഡം ഇസ് ബിയോണ്ട് അവർ വിസ്ഡം. പടച്ചവൻ എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ജീവിതത്തിന് നമുക്ക് കാണാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ നീഡ് ടു പ്രാക്ടീസ് സബർ ഇൻഷാല്ലാ. ആൻഡ് ദെൻ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ചാരിറ്റി. നമ്മൾക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി മുസ്ലിംസിന് അത് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റിയിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ദി ഫുൾഫിൽമെന്റ് ഇറ്റ് ഗിവ്സ്. ആ ഒരു നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, സോഷ്യൽ കമ്മിറ്റ്മെന്റിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കിട്ടുന്നത്, എസ്പെഷ്യലി ഞാൻ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അബ്ദുൽ സാഹിബ് പറഞ്ഞല്ലോ, വിങ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, വി ആർ ഫുള്ളി ഇൻ ടു സോഷ്യൽ വർക്ക്. അപ്പൊ നമ്മൾ ആ ഒരു സോഷ്യൽ വർക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫുൾഫിൽമെന്റ്, അതൊരു എന്താ പറയുക, കാശിന്റെ രീതിയിൽ മാത്രമല്ല നമ്മളത് കൊടുക്കുന്നത്. നമ്മളുടെ സർവീസ്, നമ്മുടെ വിങ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ വിമൻസ് പ്ലാറ്റ്ഫോം. സോ വി പ്രൊവൈഡ് എ പ്രൊഫഷണൽ സർവീസസ് ടു സൊസൈറ്റി. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫുൾഫിൽമെന്റ്, ഇറ്റ്സ് ഇമ്മെൻസ്. അത് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് നമ്മളൊരു എന്താ പറയാ പരലോകത്തേക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ ലോകത്ത് ഈ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ചേഞ്ച്, ആ ഒരു ഹാപ്പിനെസ്, നമുക്ക് ഫുൾഫിൽമെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ചില ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് പറയണം, നിങ്ങൾ വിങ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻവോൾവ് ചെയ്യിക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാനെന്നൊക്കെ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് ജീവിതത്തിൽ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര തന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എത്ര തന്നെ വർക്ക് പ്ലേസ് നമ്മൾ വെൽ പ്ലേസ്ഡ് ആണെങ്കിലും, എല്ലാം നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും ദാറ്റ് സംതിങ് വിൽ ഓൾവേസ് ബി മിസ്സിങ് ഇൻ അവർ ലൈഫ്സ്. ആൻഡ് ദാറ്റ് ഇസ് ദിസ്. നമുക്ക് എന്താ പറയുക, ഒരു സദക്ക ചെയ്യാനോ ചാരിറ്റി ആൾക്കാണോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സേവനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി വാല്യുബിൾ. ബിങ്സിൽ ഞാൻ സ്ഥിരം പറയുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ചോയ്സ്, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? പടച്ചോൻ നമുക്കൊരു ടാലന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്കില്ല് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു കീപ് ഇറ്റ് ഫോർ ourselves, it is to give back to the society. Giving back to the society എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം it is not a choice, it is a responsibility. അത് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് ഫോർ അവർ ഓൺ ഗുഡ്. അതേ പറയുന്നത് അത് നമ്മൾ പരലോകത്തേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഈ ജീവിതത്തിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ വിങ്സിൽ എവറി 2 years we have elections. അപ്പോൾ പുതിയ മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അവർ പറയും, ഓഫ് കോഴ്സ് ദേ ആർ ഓൾറെഡി ടാക്സ്ഡ് അല്ലേ, പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, എസ്പെഷ്യലി ആസ് എ മദർ, ആസ് എ വൈഫ്, ഇറ്റ്സ് ഹ്യൂജ്. അത് ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെന്റ്സ് തന്നെയാണ്. അപ്പൊ തന്നെ അത് തന്നെ അവർ ജഗിൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ കൂടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടെ അതിൽ കുത്തിക്കയറ്റുക എന്ന് പറയുന്നത്, കയറി ഉടനെ തന്നെ അവർ പറയും എന്നെ കൊണ്ടാവും തോന്നുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓൾറെഡി എനിക്ക് ഒന്നിനും ടൈമില്ല. അതാണ് നമ്മുടെ മെയിൻ ഇതല്ല, നമുക്ക് ഒന്നിനും ടൈമില്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, സോ എന്നൊന്ന് ഒഴിവാക്കി തരോ എന്നൊക്കെ പറയും. what I would say is relax. കുറച്ച് നാൾ നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന രീതിയിലാണ്
ഞാൻ പറയാറ്. So what happens is, down the line, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ they themselves will come up to me and say they've started seeing the barakah in their time, in their wealth, in their family, in everything. Because they're spending their time for the society, as Allah said. അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച് മാത്രം സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തുള്ള എന്ത് ചെറിയ കാര്യമായാലും ഈ എന്താ പറയുക റിസ്ക് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് ലൈക്ക്, അതായത് ഇംഗ്ലീഷിലെ റിസ്ക് അല്ല, അറബിക്കിലെ റിസ്ക്. റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് വെൽത്ത് അല്ലെങ്കിൽ പ്രൊവിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ പടച്ചാൻ തന്ന റിസ്ക് ആണ്. സോ മച്ച് ഒരു ഭയങ്കര ടോൾ ആയിട്ടുള്ള ഒരു ആള്, ഒരു ഹൈറ്റിലുള്ള ഒരു സാധനം മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ റിസ്കിൽ നിന്ന് അയാൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലേ? So whatever Allah has blessed with, it's not only to keep it for yourself and your family, but it has to be given back to the society. That is our responsibility. So that is very, very essential as a Muslim. And avoidance of envy, greed and materialism. പറഞ്ഞ പോലെ അസൂയ, മറ്റുള്ളവരോട് വെറുപ്പ്, മറ്റുള്ളവരെന്താ പറയാ എന്തെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം മനസ്സിൽ കൊണ്ട് നടക്കുക. ജസ്റ്റ് അവോയ്ഡ് ഓൾ ദാറ്റ്. എല്ലാം നമ്മൾ എന്താ പറയാ കളഞ്ഞേക്ക് മനസ്സിൽ നിന്ന്. ആൻഡ് ദാറ്റ്സ് എ ബാഗേജ് യു ആർ ക്യാരിയിങ് വിത്ത് യുവർ സെൽഫ്. നമ്മൾ ആരെക്കുറിച്ചാണോ നമ്മൾ വെറുപ്പ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് അവരതിനെക്കുറിച്ച് അറിയുന്നത് പോലും ഉണ്ടാവില്ല. ആരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, ആരാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്? നമ്മൾ തന്നെ, അല്ലേ? ബിക്കോസ് ഇറ്റ്സ് എൻ എക്സ്ട്രാ ബാഗേജ് യു ആർ ക്യാരിയിങ്. നമ്മൾ പിന്നെ ഈ ഇന്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എയർപോർട്ട്സിലൊക്കെ പോകുമ്പോൾ ദർ ഇസ് എ സ്പെസിഫിക് ബാഗേജ് അലോട്ടഡ് ഫോർ ഈച്ച് ടിക്കറ്റ്സ്, റൈറ്റ്? അപ്പോൾ അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യു ഹാവ് ടു പേ ദ പെനാൽറ്റി, റൈറ്റ്? ആ പെനാൽറ്റി എന്താണ്? യു ആർ പേയിങ് വിത്ത് എ വെൽത്ത്. ബട്ട് ഹിയർ നമ്മളെ ഹെൽത്ത് കൊണ്ടാണ് നമ്മൾ പെനാൽറ്റി അടക്കുന്നത്. നമ്മൾ മറ്റുള്ളവർ നമ്മൾ വെറുപ്പ് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് വിത്ത് അവർ വെൽത്ത്, നോട്ട് ഫുള്ളി മേ ബി വിത്ത് അവർ വെൽത്ത്, ബട്ട് വിത്ത് എ ഹെൽത്ത് ടു. നമ്മൾ തന്നെ അത് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോവാണ്. മറ്റുള്ളവർ അപ്പം മനസ്സിൽ ആരുടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് ഈവൻ ഇഫ് ഇറ്റ് ഇസ് നിങ്ങളുടെ ഭാഗത്താണ് ശരിയാണെങ്കിൽ പോലും അത് അവരും പടച്ചോൻ തമ്മിൽ ആയിക്കോളും എന്ന രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കുക. പടച്ചോന് വിട്ടുകൊടുക്കുക. പടച്ചോന് വിട്ടുകൊടുത്ത് അറിയാലോ, ഹീ ഈസ് ജസ്റ്റ്, ഹീ വിൽ സീ ടു ഇറ്റ്. സോ പിന്നെ നമ്മൾ അതിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സ് ക്ലിയർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവരോട് ഒരു വെറുപ്പും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രം ഫോർ ദ പ്ലഷർ ഓഫ് അല്ലാഹ് നമ്മൾ ചെയ്യുക, ബാക്കി പടച്ചോര് വിട്ടുകൊടുക്കുക. ആൻഡ് യുവർ ഹാർട്ട് വിൽ ബി ഫ്രീ ഓഫ് ഓൾ ദാറ്റ് ഇൻഷാല്ലാ. ആൻഡ് അവോയ്ഡൻസ് ഓഫ് എക്സ്ട്രീംസ്. നമ്മളുടെ ദീദ് പറഞ്ഞ തന്നെ വി ആർ ഉമ്മത്തൻ വസത്തൻ, അല്ലെ? ഒരു മോഡറേറ്റ്, ഒന്നിലും എക്സ്ട്രീമിസം പാടില്ല. നത്തിങ് ഷുഡ് ബി ടു മച്ച് നെഗ്ലെക്റ്റഡ് അല്ലെങ്കിൽ ഓവർ ഇൻ്റലിജൻസും പാടില്ല. ഒരു മോഡറേറ്റ് ഇതിൽ വേണം എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാൻ. അത് നമ്മളെ വർഷിപ്പ് ആയാലും നമ്മളെ ജോലി ആയാലും നമ്മുടെ ഈവൻ ആരാധനയിൽ പോലും നമ്മൾ എക്സ്ട്രീമിസം പാടില്ല എന്നാണ്, റൈറ്റ്? നബിയുടെ കാലത്ത് ഒരു സഹാബി പള്ളിയിൽ ഇരിക്കുമായിരുന്നു ഫുൾ ടൈം. മേ ബി ഏത് സമയം പള്ളിയിൽ പോകുമ്പോൾ സഹാബി അവിടെ ഉണ്ടാവും, റൈറ്റ്? ചിലർക്ക് നീ എന്താ വീട്ടിൽ പോകുന്നതിന് പറഞ്ഞില്ല, എനിക്ക് കൂടുതൽ ആരാധനയിൽ മുഴുകണം, എനിക്ക് കൂടുതൽ അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്യണം എന്ന രീതിയിൽ ഭയങ്കര ഒരു അഡിക്റ്റഡ് ആയ പോലെ. സോ നോ, ദിസ് ഇസ് നോട്ട് ഹൗ ഇസ്ലാം ഇസ്. ഗോ ബാക്ക് ടു യുവർ ഹൗസ്. യുവർ വൈഫ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഓവർ യു. സോ നിന്റെ ഭാര്യയോട് നിനക്കൊരു കടമയുണ്ട്, നിന്റെ മക്കളോട് കടമയുണ്ട്, നീ അതും കൂടെ നിറവേറ്റണം. ദാറ്റ് ഇസ് ഹൗ ഇസ്ലാം ഇസ്. ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. സോ എല്ലാത്തിലും ഒരു മോഡറേഷൻ ഇറ്റ്സ് വെരി വെരി എസെൻഷ്യൽ. സോ എക്സ്ട്രീമിസം എന്തിൽ തന്നെ ആയാലും അത് അവോയ്ഡ് ചെയ്യാം. ആൻഡ് പ്രാക്ടീസിങ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഓപ്റ്റിമിസം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാം. ഗുഡ് ആൻഡ് ബാഡ് കംസ് ഫ്രം അള്ളാഹ് എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്സ് us to reduce stress. Do I have more time? Okay, because ഈ ഒരു സ്ലൈഡ്സ് ഞാൻ ജസ്റ്റ് ഡെലിബറേറ്റ്ലി പ്രിപ്പയർഡ് ഇറ്റ് ഫോർ ലാസ്റ്റ് ആസ് ടൈം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. സോ യാ, there's something called four burner theory. ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓഥർ, ഒരു റൈറ്ററാണ് ജെയിംസ് ക്ലിയർ. സോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അബൌട്ട് ഹിസ് പോപ്പുലർ ബുക്ക് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് എഴുതിയൊരു ആളാണ്. സോ ഹി ഹാസ് ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ് ഫോർ ബേർണർ തിയറി എന്ന് പറയുന്ന ഒരു സംഭവം. ഇതെന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? കിച്ചണിലൊക്കെ കയറാറുണ്ടോ? ഇത് അടുപ്പാണ്. അഥവാ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. തിന്നാൻ മാത്രമല്ല കുക്കിങ്ങിനൊക്കെ നമുക്ക് അടുക്കളയിലൊക്കെ കയറാം. So yeah, so here there are four burners as you can see. So adile James Clear inde kaachpaadile what he is saying is a person's life is divided into four sections. So one could be his family, his friends, his work and his health, right? appo ee naale idayittana idingane segregate ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോന്നിനും ഓരോ ബേണർ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ
if he has to be successful, he can light only 3 burners in his life. അതിൽ ഒന്ന്, സോറി 2 burners, I mean 3 burners, yeah. സോ അതിൽ പിന്നെ എന്താ പറയുക, one of the burners കട്ട് ഓഫ് ആവും. ആ ഒരു 4-ൽ 3 ബേണേഴ്സ് മാത്രമേ ഒരു എപ്പോഴും അവർ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ ഒന്ന് ചിലപ്പം കെട്ടുപോകും. ആൻഡ് ഇൻ ഓർഡർ ബി വെരി വെരി സക്സസ്ഫുൾ യു ഹാവ് ടു കട്ട് ഓഫ് 2. 2 മാത്രമേ കത്തുള്ളൂ, 2 കെട്ടുപോകും എന്നുള്ളത്. സീ ദ കോൺസെപ്റ്റ് ഇസ്, നമ്മൾ നമ്മുടെ ഫാമിലിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ വർക്കിൽ നമുക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഹെൽത്ത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിന് കൂടുള്ള നമുക്ക് ഒരു ഇന്ററാക്ഷൻ നമുക്ക് ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അതല്ല വേറെ 2 നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ മറ്റു 2 നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. സോ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഏതെങ്കിലും 2 നമ്മൾ ആളിക്കത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മറ്റു 2 ചിലപ്പം കെട്ടുപോകും എന്നുള്ള രീതിയിലാണ്. സോ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്, എല്ലാം ഒരുമിച്ച് ഭയങ്കര സക്സസ്ഫുൾ ആയി കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് എന്നതാണ് ജെയിംസ് ക്ലിയർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എലോൺ മസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിലൊക്കെ, യു ഹാവ് ടു സ്പെൻഡ് 80 to 100 hours per week in your work എന്നുള്ളത്. സോ അയാളുടെ വർക്ക് ബേണറാണ് ഭയങ്കര ഹൈ ആയിട്ട് കത്താൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് അയാളുടെ ഫോക്കസ്. സോ വി ഡോണ്ട് നോ ഹൗ ഹിസ് ഫാമിലി ആൻഡ് ഹിസ് അതർ 3 burners are working, right? സോ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, ഡെഫിനറ്റ്ലി എന്താ പറയുക, മറ്റ് ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ ഒരു കോസ്റ്റ് കൊടുക്കണം. ബിക്കോസ് എവറി ചോയ്സ് ഹാസ് എ കോസ്റ്റ്. അതിൽ എല്ലാം നമുക്ക് ഒരേ രീതിയിൽ ഹൈ ആയിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു മോഡറേറ്റ് ഫ്ലെയിമിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പം യു വിൽ ബി ജാക്ക് ഓഫ് ഓൾ ആൻഡ് മാസ്റ്റർ ഓഫ് നൺ എന്നൊക്കെ പറയുന്നില്ലേ. നമുക്ക് എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആയിരിക്കും, പക്ഷെ അതിലും ഒരു ഭയങ്കര ഹൈ ആൻഡ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ വാട്ട് ഐ ഹാഡ് ഫൗണ്ട് ഔട്ട് ഇസ്, മേ ബി we Muslims have a 5th burner. ഇവിടെ നടുക്കൊരു ബേണർ ഉണ്ടോ? Except for the 4, besides the 4, there's a 5th burner as well. That we can call it spirituality, right? For a Muslim, that is the main and most important burner. Because ബാക്കി എല്ലാത്തിലേക്കും ഗ്യാസ് കൊടുക്കുന്നത് ഈ ഒരു ബേണറിൽ നിന്നാണ് ഒരു മുസ്ലിമിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And if you all agree with me or not, but this is how it is. ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ബേണറിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വർക്കിലേക്കായാലും ഫാമിലിയിലേക്കായാലും നമ്മളുടെ ഹെൽത്തിലേക്കായാലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കായാലും ഒക്കെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് നമുക്ക് നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡറേഷൻ, ആ ഒരു മോഡറേഷനിൽ തന്നെ നമ്മൾ കൊണ്ടുപോയാൽ മതി. എല്ലാത്തിലും നമ്മൾ ഭയങ്കര ഹൈ ആൻഡ് സക്സസ്ഫുൾ ആണെന്നില്ല. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡറേറ്റ് ലൈഫ് സ്റ്റൈൽ, റൈറ്റ്? ആ ഒരു മോഡറേഷൻ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്പിരിച്വാലിറ്റി ഷുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേണർ ഓഫ് എ ലൈഫ്. അതിൽ നിന്ന് വേണം മറ്റ് സെക്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഗ്യാസ് എത്തിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എവറിത്തിങ് ഷുഡ് ഓൾവേസ് കണക്റ്റഡ് ടു സ്പിരിച്വാലിറ്റി. നമ്മൾ എന്ത് തന്നെ ചെയ്യുമ്പോഴും ഗോഡ് ഷുഡ് ബി ദ സെന്റർ. അതിൽ നിന്ന് വേണം നമുക്ക് ഊർജം ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഊർജം കൊടുക്കാനായിട്ട്. So yeah, so that is the conclusion. So ultimate happiness എന്ന് പറയുന്ന ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ടോപ്പിക് അല്ലേ. സോ ഇതൊക്കെ നമ്മളൊരു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ടാണ് ഒരു മുസ്ലിമിന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഫോർ എ മുസ്ലിം ദി എറ്റേണൽ ഹാപ്പിനെസ് ഇസ് നോട്ട് ഹിയർ, ഇറ്റ് ഇസ് ഇൻ ദി ഹിയർ ആഫ്റ്റർ. സോ അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മളുടെ അടുത്ത ലോകത്തേക്കുള്ള, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ എത്താൻ പോകുന്നത് അവിടത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ മോഡിൽ വേണം ഇവിടുത്തെ ഒരു ലൈഫ് നമ്മൾ കാണാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഡെഫിനറ്റ്ലി അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് തന്നെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും നമുക്കത് ഫേസ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ള നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഡിപ്രഷനിലോട്ട് പോവാതെ ഡിസപ്പോയിന്റഡ് ആവാതെ, ബിക്കോസ് ഇതൊന്നും അല്ല ലൈഫ്. നമ്മുടെ ലൈഫ് വേറെ അവിടെ കിടക്കുകയാണ്. വി ഹാവ് ടു ബി ദെയർ. അവിടെ എത്താനുള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങ് പോയി കഴിയും എന്ന രീതിയിൽ നമ്മൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. ആ ഒരു എറ്റേണൽ ഹാപ്പിനെസ് ഇൻഷാല്ലാ നമുക്ക് എപ്പോഴും എന്താ പറയുക ആർജിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇൻഷാല്ലാ we'll all try for that. May Allah bless us all with that kind of eternal happiness in our life. And thank you so much for your patient listening. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഫ്രൈഡേ ക്ലബിനും എൻ്റെ അതിയായ എന്താ പറയുക നന്ദിയും സന്തോഷവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.